കുടിക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊന്നും വേണ്ട പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ ആളെന്റെ അടുത്ത് ചോദിച്ചു എത്ര ഏജാ ചോദിച്ചു. ഞാൻ ഏജ് പറഞ്ഞു. ഞാൻ വിചാരിച്ചു 10th നമസ്കാരം. നടി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോച്ചയ്ക്ക് പിന്നാലെ അയാളുടെ PA കൂടി പോലീസ് ഇപ്പോൾ നോട്ടമിട്ടിരിക്കുകയാണ്. ബോച്ചയുടെ ഇടപാടുകളുടെയെല്ലാം ഇടനിലക്കാരനായി നിൽക്കുന്ന PAക്കെതിരെ നിരവധി പെൺകുട്ടികളാണ് ഇപ്പോൾ പ്രതികരണങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ബോച്ചയിൽ നിന്നുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന യൂട്യൂബറായ പെൺകുട്ടി ആരോപിക്കുന്നത് ബോച്ചയെ നേരിട്ടല്ല, പകരം PAയാണ് തന്നെ ബോച്ചയ്ക്ക് വേണ്ടി എന്ന പേരിൽ സമീപിച്ചത് എന്നാണ്. ബോച്ചയുമായി നേരിട്ട് മോശമായ സംസാരങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും ആ പെൺകുട്ടി പറയുന്നു. PA തങ്ങളോട് അത്തരത്തിൽ മോശമായി ഇടപെട്ടത് ബോച്ചയുടെ അറിവോടെയാണോ അല്ലയോ എന്നതിൽ തനിക്ക് അറിവില്ല എന്നും അവർ പറഞ്ഞു. എന്തായാലും ഇതോടുകൂടി ബോച്ചയുടെ PAയെ കൂടി കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് എന്നാണ് അറിയാനാവുന്നത്. യൂട്യൂബറായ പെൺകുട്ടി നിയമപരമായി നീങ്ങിയാൽ ബോച്ചയുടെ സാമ്പത്തിക ഇടപാടുകളടക്കം അന്വേഷിക്കേണ്ടി വരും. കാരണം കാസർഗോഡ് ഒരു ബിസിനസ് പ്രൊമോഷന്റെ ഭാഗമായി ഇനാഗുറേഷന് വേണ്ടിയാണ് ബോച്ചയെ തന്നെ സമീപിച്ചത് എന്നും, എന്നാൽ അവിടെ ചെന്നപ്പോൾ അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നും ഈ പെൺകുട്ടി തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് ഈ കേസ് കൂടി പുറത്തു വന്നാൽ തീർച്ചയായും ബോച്ചയുടെ സ്വത്ത് വിവരങ്ങളും സാമ്പത്തിക തിരിമറികൾ നടന്നിട്ടുണ്ടോ എന്നതടക്കം അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാരിന് EDയുടെ സഹായം തേടേണ്ടതായി വരും. ബോച്ചയുടെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഉണ്ടായി എന്ന് കാണിച്ചുകൊണ്ട് യൂട്യൂബറായ പെൺകുട്ടി പങ്കുവച്ച വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. ബോബി ചെമ്മണ്ണൂർ, നമ്മുടെ ബോച്ചയും ഹണി റോസും തമ്മിലുള്ള ഒരു ഇഷ്യൂ. അപ്പം നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഡൂഡ് സീക്രട്ട് ഏജന്റ് ഇട്ട വീഡിയോന്റെ അകത്ത്, കഴിഞ്ഞ 2 വീഡിയോന്റെ അകത്ത് ഒരു ഇൻസിഡന്റ് പരാമർശിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ വന്ന് പറയും ആ ഇൻസിഡന്റ് എന്താണ്, ആൾക്കുണ്ടായ അനുഭവം എന്താണെന്ന് വന്ന് പറയും. ആ ആള് ഞാനാണ്. ഓക്കെ, ആ ഇൻസിഡന്റ് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതും ഈ ഒരു സമയം അതിന് ആപ്റ്റാണ് എന്ന് തോന്നുന്നതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 4 years അല്ലെങ്കിൽ 3 years ബാക്ക്, 4 years ബാക്ക് ആണ് തോന്നുന്നു, എനിക്കൊരു പ്രാവശ്യം കോള് വന്നു. നമുക്ക് ട്രൂ കോളറിൽ കാണിക്കൂലോ, ബോബി ചെമ്മണ്ണൂർ എന്നാണ് ട്രൂ കോളറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പം തട്ടിപ്പായിരിക്കും, കാരണം എന്റെ തന്നെ ഫ്രണ്ട്സ് പല പേരും ട്രൂ കോളറിൽ സേവ് ചെയ്തിടാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട്, എന്റെ ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ, എന്തായാലും ബോബി ചെമ്മണ്ണൂർ എന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തപ്പം ഓപ്പോസിറ്റ് സൈഡിൽ ഈ പറയുന്ന പോലെ ബോബി ചെമ്മണ്ണൂർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു ഇത് ആരെങ്കിലും നമുക്ക് ഈ സ്പാം കോൾസ് ഒക്കെ വരുന്നത് പോലെ മിമിക്രി എങ്ങനെ ചെയ്യുന്നതാണോ എന്ന് വിചാരിച്ചു. പക്ഷെ അല്ല. പിന്നെ അവർ സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ കാഞ്ഞങ്ങാട് എങ്ങാനും ഒരു പ്രോപ്പർട്ടി റിസോർട്ട് പോലെയുള്ള പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. സോ കൊളാബറേഷൻ അല്ലെങ്കിൽ അതിന്റെ കൊളാബറേഷൻസും പിന്നെ ഈ പ്രൊമോഷൻസ് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ്. കാലിക്കറ്റ് എപ്പോഴെങ്കിലും ആൾക്ക് കാലിക്കറ്റ് എന്തോ വീടോ അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെ കാലിക്കറ്റ് എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞു. എന്നാ ഓക്കെ എന്ന് ഞാനും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്റെ അമ്മേന്റെ നാട് കാലിക്കറ്റ് ആണ്. അപ്പൊ നമുക്ക് അവിടെ പോകാനുണ്ടായ സമയത്ത് ആളെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ആളവിടെ ഉണ്ടായിരുന്നു. ഞങ്ങള് പോയത് ഞാൻ, എന്റെ അച്ഛൻ, എന്റെ അമ്മ, മാമൻ, അച്ഛന്റെ ഒരു ഫ്രണ്ട്, അതുപോലെ തന്നെ ഡൂഡ്, ജിത്തുബായി, അബിയേട്ടൻ, അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാർ, എനിക്കൊന്ന് പ്രവിയേട്ടനുണ്ടായിരുന്നു തോന്നുന്നു, എനിക്കത് ഓർമ്മയില്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാർ, ഒരു 10ഓളം ആൾക്കാർ തന്നെ കൂട്ടി 10ഓളം ആൾക്കാരാണ് കാലിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവര് ആ സമയത്ത് ഈ ബോബി ചെമ്മണ്ണൂർ ആ സമയത്ത് പിന്നെ ബീച്ചിൽ എന്തോ നടക്കാൻ അങ്ങനെ എന്തോ പോയി തിരിച്ചു വരുന്നതാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് കണ്ടു. അപ്പൊ പറഞ്ഞു പിന്നെ വരും നമുക്ക് ഗസ്റ്റ് ഹൗസിലേക്ക്. അപ്പൊ ഞാൻ അച്ഛനും അമ്മയും ഒക്കെ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഉണ്ടായിരുന്നത്. ഞാൻ നേരെ ഓപ്പോസിറ്റ് സൈഡ് പോയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആള് പറഞ്ഞു വാ കയറി നമുക്ക് ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നു സംസാരിക്കാൻ, ഭയങ്കര വെയിലല്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ അച്ഛനും അമ്മയും എല്ലാരും ഉണ്ട്, എല്ലാരും വരട്ടെ എന്ന്. അപ്പൊ ആള് ഓക്കെ പറഞ്ഞു. അങ്ങനെ അച്ഛനമ്മ, ഞാൻ, മാമൻ,
ഞങ്ങള് അച്ഛന്റെ ഫ്രണ്ടും ഞങ്ങൾ ആളുടെ കാലിക്കറ്റുള്ള ഗസ്റ്റ് ഹൗസോ വീടോ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോയി അപ്പൊ അവരവിടുന്ന് കുടിക്കാൻ എന്താ വേണ്ടത് വെച്ചാൽ നമ്മളൊന്നും വേണ്ട പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ ആളെന്റെ അടുത്ത് ചോദിച്ചു എത്ര ഏജാ ചോദിച്ചു. ഞാൻ ഏജ് പറഞ്ഞു. ഞാൻ വിചാരിച്ചു 10th എങ്ങാൻ ഇപ്പൊ അല്ല 4 years മുന്നേ ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടാണ് ഉണ്ടായത്. പിന്നെ അപ്പൊ പറഞ്ഞു അങ്ങനെ കണ്ടാ പറയും. അങ്ങനെ കുറച്ച് നമ്മള് കുറെ കോൺവെർസേഷൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ആള് പറഞ്ഞു ആൾക്ക് ഹൈലൈറ്റ് മോളില് അവിടെ ബിസിനസ് എന്തോ മീറ്റിംഗ് കാര്യങ്ങളുണ്ട്, അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഡൂഡും ഫ്രണ്ട്സും ഒക്കെ അങ്ങോട്ടേക്കാണ് ഹൈലൈറ്റിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഹൈലൈറ്റ് പോയി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആളുടെ അപ്പുറമല്ല, ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോയ സമയത്ത് എന്നെ ഞങ്ങൾ അവിടെ എത്തിയ സമയത്തെ കാലിക്കറ്റ് എത്തിയ സമയത്ത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ബോബി ഷെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ PA-യും സെക്രട്ടറിയും ഏതോ ഒരാളാണ്. എനിക്ക് ആളുടെ ഫേസ് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ആ ആളാണ് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ എത്തിയ സമയത്ത് എന്നെ വീണ്ടും ഫോൺ വിളിച്ചിട്ട് എവിടെയുള്ളത് ചോദിച്ചു. ഞങ്ങൾ ഫുഡ് കോർട്ടിലുണ്ട് പറഞ്ഞു. അങ്ങനെ ഇയാള് ഫുഡ് കോർട്ടിൽ വന്നു. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഫുഡ് എടുക്കാൻ പോയ സമയത്ത് ഡൂഡ് വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത്, ഞാൻ വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത്. പിന്നെ അപ്പോ എന്റെ അടുത്ത് വന്നിട്ട് ഈ PA പറയുന്ന ആള് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ധന്യക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ, പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചേനെ കാണാൻ വരുന്നത് ചോദിച്ചു. ഐ വാസ് ലൈക്ക് അതിനിപ്പോ എന്താണ്, ഞാൻ എല്ലായിടത്തേക്കും പോകുന്നത് എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ ഞാൻ ആരെങ്കിലുമൊക്കെ ലൈക്ക് അച്ഛൻ അമ്മ അല്ലെങ്കിൽ എന്റെ മാമന്മാര് ഏട്ടന്മാര് എവിടേക്കായിരുന്നു എത്ര പിന്നെ വലിയ ആളെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ പോവാറുള്ളത്. ഞാൻ പറഞ്ഞു യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ് പോവാറുള്ളത്. അപ്പൊ ഇയാള് പറഞ്ഞു ലേശം ചിന്തിച്ചൂടെ, ബോച്ചേനെയാണ് കാണാൻ വരുന്നത്. അപ്പൊ എനിക്കത് മനസ്സിലായിട്ടില്ല, സീരിയസ്ലി ട്രസ്റ്റ് മീ. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ആരെ ആയാലും ഞാൻ ഇങ്ങനെയാണ് പോവാറില്ലേ പറഞ്ഞപ്പോ ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നുള്ളത്. അപ്പൊ ആള് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു പോയിക്കോ ഫുഡ് ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട്, അല്ല നീ അപ്പുറത്ത് ഫുഡ് എടുത്തോ ഞാൻ ഇതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് എടുക്കാൻ പോയിട്ട് എനിക്ക് സംഭവം ക്ലിയർ അല്ല. ഇവര് മെല്ലെയാണ് സംസാരിക്കുന്നുള്ളത്. ഡൂഡാണെങ്കിൽ ഡൂഡ് ഇയാള് മെല്ലെയാണ് സംസാരിക്കുന്നത്. ഒരു സമയം കഴിഞ്ഞപ്പോ ഡൂഡ് ഭയങ്കരമായിട്ട് പിന്നെ റേസായി. ഡൂഡ് അയാളെടുത്ത് പറഞ്ഞു പിന്നെ ബോച്ചയല്ല ഏതോനായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിന്റെ ചെള്ള ഞാൻ അടിച്ചു തിരിക്കും പറഞ്ഞു. അപ്പൊ അയാൾ വേഗം ഡൂഡിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു സായികൃഷ്ണൻ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ആളെന്താ പറഞ്ഞത്, ഒന്നും പറഞ്ഞിട്ടില്ല. ഡൂഡ് ഭയങ്കര റോങ് ആയി പറഞ്ഞു. മീൻസ് ഭയങ്കര റോങ് ആയി. ആളുടെ ഫേസും ഒക്കെ മൊത്തം മാറി. പിന്നെ അങ്ങനെ എല്ലാരും ആരടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല. ഡൂഡ് ആരടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ PA-ന്റെ അടുത്ത് ഭയങ്കര റോങ് ആയി. ഫുഡ് കഴിച്ച് എല്ലാവർക്കും പോവാം അങ്ങനെ പറഞ്ഞു. നമ്മൾ ഫുഡ് കഴിച്ചു, ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ വന്നു. എന്നിട്ട് ചോദിച്ചിട്ട് ആള് പറഞ്ഞിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞില്ലേ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ കാഞ്ഞങ്ങാട് പ്രോപ്പർട്ടി വരുന്നുണ്ട്, അപ്പൊ അതിന്റെ കൊളാബറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു. അത് വേറെ കാര്യം. പിന്നെ ചിലപ്പോ അതിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കാം, മോശമായിട്ടല്ല, മറന്നുപോയതോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇവിടെ വന്നതിന് ശേഷം സംസാരിക്കുന്നത് ഇതുവരെ വന്നിട്ടില്ല തോന്നുന്നു. എനിക്കറിയില്ല. ഒരു ജ്വല്ലറി കാഞ്ഞങ്ങാടുണ്ട്, അല്ലാണ്ട് റിസോർട്ട് കാര്യങ്ങളുണ്ടോ എന്റെ അറിവിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് കോണ്ടാക്ട് കാര്യങ്ങൾ വന്നിട്ടില്ല. പിന്നെയും എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാൾക്ക് വേറൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇനി ആ ചേട്ടൻ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരും അവരുടെ സൈഡ് വന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല. ലൈക്ക് അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ എനിക്ക് പേഴ്സണലി ഈ പറയുന്ന ബോച്ചെ എന്ന് പറയുന്ന വ്യക്തിന്റെ കയ്യിൽ നിന്ന് ഒരു മോശമായിട്ടുള്ള അനുഭവവും കാര്യങ്ങളല്ല ഉണ്ടായിട്ടുള്ളത്. ഇയാളുടെ PA എന്ന് പറയുന്ന വ്യക്തി എന്താ വെച്ചാൽ ഞാൻ ഈ അണിറോസിന്റെ ഇഷ്യൂ വന്ന സമയത്ത് അണിറോസ് ഇട്ട ഒരു പോസ്റ്റിന്റെ ആ ചേച്ചി ഇട്ട പോസ്റ്റിന്റെ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മൂട് താങ്ങി നടക്കുന്ന കുറച്ച് ആൾക്കാർക്കും കൂടിയുള്ള പണി വരുന്നുണ്ട്. അപ്പൊ മേ ബി ഒന്നെങ്കിൽ കമന്റ് ഇടുന്ന ആൾക്കാരാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇയാളുടെ ഇടംവലം നിൽക്കുന്ന PA-മാരോ അല്ലെങ്കിൽ അങ്ങനെ ആരുടെയും ആണ്. കാരണം ഈ PA എന്ന് പറയുന്ന അന്നുണ്ടായിരുന്ന, ഇന്ന് ആരാണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ ഇന്നത്തെ PA ആണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇന്ന് ആരാണ് PA എന്നൊന്നും എനിക്കറിയില്ല. അന്ന് ആ ടൈമിലുള്ള ആള് അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഡൂഡ് കോണ്ടാക്ട് നമ്പർ ഒരുപാട് അല്ലെങ്കിൽ ആ ആളെ പോയി കാണാം. ഡൂഡിന് ഈ ദേഷ്യം തീരുന്നില്ലാത്തത് കൊണ്ട് പിന്നെ പോയി കാണാം
അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാനെല്ലാം ഡൂഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൊ എന്തെങ്കിലും കാര്യമായിട്ട് ആള് പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മേ ബി അത് എനിക്ക് ഹേർട്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും പറയാത്തത്. പക്ഷെ നമ്മളത് വിട്ടു. അതിനുശേഷം ഞങ്ങൾ കോണ്ടാക്ടും കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ അവരെ വിളിക്കാനോ അങ്ങനെയൊന്നും പോയിട്ടില്ല. ലാസ്റ്റ് എനിക്ക് അയച്ച മെസ്സേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ന്യൂ ഇയറിന്റെ ഒരു പിന്നെ DJ വേണം എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊരു ടിക്കറ്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ. അത് എനിക്ക് തോന്നുന്നു ഫോർവേഡ് മെസ്സേജ് ആണ്, ഈ ബ്രോഡ്കാസ്റ്റിലൊക്കെ ഇടുന്ന മെസ്സേജ് ആണ്. അതായിരുന്നു ലാസ്റ്റ്. അപ്പം നമുക്ക് ചിലപ്പോ ഇപ്പൊ നമ്മൾ നമുക്ക് ചിന്തിക്കാം എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ പി എന്റെ അടുത്ത് ഞാൻ പറയാണ്ട് ആ ആളൊരു കാര്യം എന്റെ അടുത്ത് വന്ന് പറയില്ല, മൂന്നാമതൊരാളടുത്ത് പോയി പറയില്ല. കാരണം അതെനിക്ക് മോശമാണല്ലോ. ബോച്ചെ പറയാണ്ട് ചിലപ്പം PA വന്നിട്ട് എന്റെ അടുത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡൂഡിന്റെ അടുത്താണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു കാര്യം പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബോച്ചയുടെ ക്രെഡിബിലിറ്റിനെയും അല്ലെങ്കിൽ ആളുടെ ക്യാരക്ടറിനെയാണ് അത് ബാധിക്കുക. അപ്പൊ എനിക്കറിയില്ല ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. ബോച്ചയെ നാണം കെടുത്താൻ വേണ്ടി ആള് ചെയ്തതാണോ അല്ലെങ്കിൽ ബോച്ച തന്നെ പറഞ്ഞിട്ട് ചെയ്തതാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പിന്നീടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങള് സീരിയസ് ആയിരുന്നു സംസാരിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് ഡൂഡ് പറഞ്ഞത് അയാള് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഡൂഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ഇന്നും അയാള് തന്നെയാണ്, എനിക്കറിയില്ല ഇന്ന് ആരാണ് അയാളുടെ PA എന്നുള്ളത്. അയാൾ എനിക്കൊന്ന് കേരളക്കാരനല്ല തോന്നുന്നു, പക്ഷെ മലയാളം അറിയാം. കേരളത്തിലല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അയാൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ PA അയാളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ല. പിന്നെ അപ്പം എവിടെയെങ്കിലും വെച്ച് ഇയാളെ അന്വേഷിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഞാന് മനസ്സിലായില്ലേ? നീ അന്ന് ഇതാണ് പറയുന്നത്, ഇവിടെ ആടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ നിന്നെ ഞാൻ മറ്റേ തുപ്പും എന്നൊക്കെ പറഞ്ഞ പോലെ. തുപ്പൊന്നുമില്ല എന്ന് പറയാൻ കാര്യം പിന്നെ കിട്ടണോ നിങ്ങൾ എന്റെ കൈമ കിട്ടും. അപ്പോ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഡൂഡിന്റെ സൈഡ് എന്താണെന്നുള്ളത് സീക്രട്ട് ഏജന്റിന്റെ വീഡിയോയിൽ പറയുന്നത്. എഗൈൻ ഞാൻ പറയുന്നു, നിങ്ങൾ ഇനി എന്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴത്തെ PA ആണ് ചീത്ത വിളിക്കാണെന്ന് പോയി കളയരുത്. പിന്നെ ഇപ്പൊ ആരാണെന്നുള്ളത് എനിക്ക് അറിയില്ല. ആ സമയത്ത് 4 വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു സംഭവമാണിത്. വേറെയും ഒരുപാട് ആൾക്കാർക്ക് എന്തൊക്കെയോ അനുഭവങ്ങളുണ്ട്, എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് സോഷ്യൽ ഏരിയയിൽ വന്ന് പറയാനുള്ള പേടിയാണ്. ആക്ച്വലി നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ പൈസയുള്ള ആൾക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പിടിപാടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വേറെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരെയൊക്കെ കുറിച്ച് പറയാനും അവരുടെയൊക്കെ റിയൽ ഫേസ് കൊണ്ടുവരാനൊക്കെ ആൾക്കാർക്ക് പേടിയാണ്. കാരണം എല്ലാരും അങ്ങനെയാണ്. ജീവനിൽ ഭയമില്ലാത്ത ആൾക്കാരുണ്ടാവും, അറിയില്ല. അതൊക്കെ പേടിച്ചിട്ടാണ് പലരും പല അനുഭവങ്ങൾ പറയുന്നത്. ചിലപ്പോൾ നമ്മളിരിക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുമായിരിക്കും, നമ്മളടുത്ത് പറയുമായിരിക്കും. അല്ലാണ്ട് അതൊരു സോഷ്യൽ ഏരിയയിൽ വന്ന് പറയാ അല്ലെങ്കിൽ കേസ് കൊടുക്കുക, അതൊക്കെ ധൈര്യത്തിന്റെ അല്ല കേട്ടോ. അത് ഈ പറയുന്ന പോലെ ജീവനിൽ പേടിയുള്ളത് കൊണ്ടാണ്. എന്ത് തന്നെ ആയാലും ഇപ്പം ഹഡി റോസ് എന്ന് പറഞ്ഞ ചേച്ചീന്റെ കേസും കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. കമന്റ് ഇട്ട 30ഓളം ആൾക്കാരിൽ ഒരാളെയൊക്കെ പിടിച്ചുകൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ലതാണ്. ഞാൻ മുന്നേയും പറഞ്ഞതുപോലെ പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കമന്റ് ഇട്ടവരെയും എല്ലാവരെയും പെട്ടെന്ന് തന്നെ പൊക്കും. വലിയ നിങ്ങൾ ഈ ചിന്തിക്കുന്ന പോലെ നമ്മളൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട ഇവർക്കൊക്കെ ജീവപര്യന്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ ഒരു മോർഫിങ്ങിന്റെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതാവേ അവർക്ക് ജീവപര്യന്തം കിട്ടും അല്ലെങ്കിൽ 15 വർഷം തടവ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. ചിലപ്പം ഒരു 2 ദിവസം അല്ലെങ്കിൽ 14 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം പോലും നിർത്താണ്ട് അവർക്ക് ഊരിപ്പോരാൻ വേണ്ടി പറ്റുമായിരിക്കും. പക്ഷേ അങ്ങനെയെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മനസ്സമാധാനക്കേട് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം ഈ ഹണി റോസ് നയിച്ചിര കേസിലാണ് എന്നുണ്ടെങ്കിലും പിന്നെ ആളെ പിടിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ബോച്ചയുടെ പേരിൽ ജാമ്യമില്ലാ വകുപ്പോ അങ്ങനെ എന്തോ ആണ് തോന്നിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും അയച്ചു തരാം. കാരണം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്കൊന്നും അത് കിട്ടിയിട്ടില്ല തോന്നുന്നു. പോലീസുകാരെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പോലീസുകാരായാലും അത് പുറത്തു വിടണം, ന്യൂസുകാരാണെന്നുണ്ടെങ്കിലും. കാരണം കമന്റ് ഇട്ട ആളെ അങ്ങനെ കൊണ്ടുപോയ സ്ഥിതിക്ക് ജാമ്യമില്ലാ വകുപ്പിന് കേസെടുത്ത ബോച്ചെ എന്ന് പറയുന്ന വ്യക്തിയെ എന്തായാലും വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ജീപ്പ് കയറ്റി കൊണ്ടുപോയിട്ടുണ്ടാവാം. കാരണം കേരള പോലീസിന് അങ്ങനെ പണമുള്ളവനോടും പണമില്ലാത്തവനോടും വിവേചനം കാണിക്കേണ്ട ആവശ്യം കേരള പോലീസിനില്ല. പിന്നെ ഇവര് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരല്ലേ, എല്ലാവരുടെയും പൈസ കൊണ്ട് ജീവിക്കുന്നവരല്ലേ. അപ്പൊ പിന്നെ ഈറ്റിങ്ങക്ക് പിന്നെ അങ്ങനെ വിവേചനം കാണിക്കേണ്ട ആവശ്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കേരള പോലീസിന്. എന്തായാലും സാധാരണക്കാരൻ എല്ലാവരും മനുഷ്യന്മാരായിരിക്കുമല്ലോ അവർക്ക്. അവരെ ഈ കമന്റ് ഇട്ട ആളെ കൊണ്ടുപോയ പോലെ തന്നെ എന്തായാലും ജാമ്യമില്ലാ വകുപ്പിന് ബോച്ചേനെയും കൊണ്ടുപോയിട്ടുണ്ടാവും. ഇപ്പൊ അവർ വീഡിയോ പുറത്തു വിടാത്ത, പക്ഷെ പുറത്തു വിടണം. സാധാരണക്കാരന് ബോച്ചയ്ക്കും സാധാരണക്കാരന് എന്ത് വ്യത്യാസമാണുള്ളത്? മാനവും മര്യാദയൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണ്. ചെയ്യും കേരള പോലീസ്. എന്തായാലും അങ്ങനെ വിവേചനം ഒന്നും കാണിക്കൂല.
അങ്ങനെ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ ചത്തൂടെ എന്ന് ഞാൻ ചോദിക്കും. കാണിച്ചിട്ടുണ്ടെങ്കിൽ ചത്തൂടെ എന്ന് ഞാൻ ചോദിക്കും. കാണിക്കില്ല, നിങ്ങൾ കാണിക്കില്ല, നിങ്ങൾ ഗവൺമെന്റിന്റെ ശമ്പളവും തിന്ന് ആത്മാർത്ഥമായിട്ട് ജോലി എടുക്കുന്ന കേരള പോലീസ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എന്നാൽ പുറത്തു വരുമായിരിക്കും, വീഡിയോ പുറത്തു വരുമായിരിക്കും. എന്തു തന്നെ ആയാലും ഹണി റോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിന്റെ ധൈര്യത്തിന് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. ആ ധൈര്യം കിട്ടിയത് ഒരുപാട് പേര് ബാക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സിനിമ ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ അല്ലാണ്ടൊക്കെ ഒരുപാട് പേര് ബാക്ക് സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ആൾക്ക് ആ ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ കിട്ടിയത്. വാട്ട് എവർ ഇറ്റ് ഇസ്, എന്തായാലും ഇതിന്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. ഞാൻ ഈ പറഞ്ഞതിന്റെ ബാക്കി സീക്രട്ട് ഏജന്റ് നിങ്ങളടുത്ത് പറയും.